അങ്ങനെ ഒരു ആര്യാടൻ മുഹമ്മദ് പിണറായി സത്തെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അൻവർ പറയുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? അത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ UDF നേതൃത്വം പറഞ്ഞ് പരിഹരിച്ച് ഒറ്റക്കെട്ടായി ഈ പിണറായി സത്തെ തകർക്കാനുള്ള പോരാട്ടത്തിൽ എല്ലാവരും. ആര്യാടന് പിണറായി സത്തെ തോൽപ്പിക്കാൻ കഴിയുമോ? തീർച്ചയായും അതിന് കഴിയും. തീർച്ചയായും. മറ്റൊന്ന് അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പിന്തുണയുടെ കാര്യം. ഇപ്പം അവരുടെ പാർട്ടി എങ്ങനെ പിന്തുണയ്ക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തില്ല. രണ്ട് ദിവസം കൂടി, അതായത് ആര്യാടൻ്റെ പിന്തുണയെക്കുറിച്ച് ഇവിടുത്തെ നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാം. അത് പിന്തുണയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ 2 ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം, നിങ്ങൾക്ക് പിന്തുണ നൽകാതെ പുറത്തു നിന്ന് നിരീക്ഷിച്ചുകൊണ്ട് ആര്യാടന് പിന്തുണ ഉണ്ടാവും ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കിയ ശേഷമേ പിന്തുണ പ്രഖ്യാപിക്കൂ എന്നാണ് പറയുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന് ആ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ UDF നേതൃത്വം, സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പറഞ്ഞ് ആ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കും. ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകും. അതായത് 2 ദിവസം കൊണ്ട് PV അൻവറിന് ബോധ്യപ്പെടുവോ ആര്യാടൻ ഷൗക്കത്തിന് എല്ലാ പിന്തുണയും? തീർച്ചയായും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. മറ്റൊരു കാര്യം കൂടി പറയുന്നത്, താങ്കളും അല്ലാതെ ഈ ഇതിനകത്ത് പ്രതികരിക്കുന്നതിൽ ഒരു വിമിഷ്ടം കാണിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ ഈ PV അൻവർ താങ്കളോടൊപ്പം വളരെ ശക്തമായി വാദിച്ച ഒരാളാണ്. അതായത് ഇപ്പോൾ പോലും പറയുന്നത് ഞാൻ പറയുന്നുണ്ടല്ലോ ഞാനതിനകത്തൊരു വിമിഷ്ടവും ഒരു പിശുക്കും കാണിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും വെടിപ്പായി നല്ല മലയാളത്തിൽ ഞാൻ മറുപടി പറയുന്നുണ്ട്. അതിനകത്തൊരു പിശുക്കുമില്ല. നേരത്തെ പറയുന്നുണ്ട് 1000 തവണ മാറ്റിവെച്ചാലും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അത് ഒരു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കില്ല. അത് എൻ്റെ ഒരു പാരമ്പര്യമാണ്. ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പൈതൃകമാണ്, എൻ്റെ വിശ്വാസ പ്രമാണമാണ്. കോൺഗ്രസിനെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വാക്കോ അതുമായി ബന്ധപ്പെട്ടൊരു നടപടിയോ നിലപാടോ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഒരു ഗുരുതരമായ ആരോപണം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് CPM-മായി 2 മാസം മുമ്പ് സ്ഥാനാർത്ഥി ചർച്ച നടത്തിയ ആളാണ് എന്ന് ആര്യാടൻ ഷൗക്കത്ത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ അറിവുണ്ടായിരുന്നു? ഞാൻ ഈ ആരോപണങ്ങളൊന്നും കേട്ടിട്ടില്ല. കേവലം കേട്ടുകേൾവിയുടെ അടിസ്ഥാന സമ്മേളനത്തിൽ ഞാൻ കേട്ടിട്ടില്ല. ഏതായാലും ഈ വിഷയങ്ങളൊക്കെ ഞാൻ പൊതുവെ പറഞ്ഞല്ലോ, അദ്ദേഹവുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ UDF സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കും. അപ്പോൾ പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ ഇവിടെയുണ്ട്. അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസമാണല്ലോ, അത് സ്വാഭാവികമായിട്ടും പരിഹരിക്കും. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-മായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അറിയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ വളരെ സജീവമായി. തീർച്ചയായും സന്തോഷം.